ഹലോ, അപ്പോൾ ഇതാ ഇന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് കറി വെക്കുന്നത്. അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഞാൻ ആദ്യം നന്നാക്കി വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടെടുത്ത് നന്നാക്കി ഇളക്കി. പിന്നെ അതിലേക്ക് ഞാനിതാ തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട്. അത് നന്നാക്കി ഇളക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ എടുത്ത് വയ്ക്കാനായിട്ട് ഒരു ആപ്പിളും ഒരു കക്കേരിയും ഒരു ക്യാരറ്റൊക്കെ ഇങ്ങനെ നീളത്തിൽ കട്ടാക്കി ഇങ്ങനെ വെച്ച് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ, വെറുതെ. പിന്നെ ഇന്നലെ കുറച്ച് ചേമ്പ്, ഇത്തിരി ചേമ്പും ചെറിയൊരു പുളയും കൊണ്ടുവരും. അത് നമ്മളെ തൊടിയിലുണ്ടായ മത്തൻ്റെ ഇല, 4 മത്തൻ്റെ ഇല ഇട്ടിട്ട് ചെറിയൊരു കൂട്ടാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിയൊക്കെ വാടി വന്ന് ഞാൻ ചിക്കൻ ഇട്ടെടുത്ത് മസാലകളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നാക്കി ഇളക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരിക്ക് ലേശം പയർ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളെ കൂട്ടാനും ഇവിടെ കുക്കറിൽ റെഡി ആയിട്ടുണ്ട്. കറി ഇതവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ലേശം കട്ടൻ ചായക്ക് വെള്ളം വെച്ച് അത് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. ഞാൻ ഇതൊക്കെ പാത്രത്തിലാക്കാൻ വേണ്ടി കറിയാണ് പാത്രത്തിലാക്കുന്നത് ആദ്യം. പിന്നെ പപ്പടത്തിൻ്റെ പാത്രത്തിലേക്ക് തന്നെ പൊരിച്ചെടുത്തേക്കാണ്. അപ്പം ഞാൻ കറിയൊക്കെ ആക്കി അതിൻ്റെ ഇവിടെ നമ്മൾ കട്ടൻ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. കട്ടൻ ചായക്ക് ചെറിയൊരു സ്നാക്കായിട്ട് ഞാൻ ബണ്ണ് പനിയില്ലാത്ത സമയത്ത് ആരെങ്കിലും ബണ്ണ് കഴിച്ച് നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. പനിക്കുമ്പോൾ നമ്മൾ ഈ ബണ്ണ് കഴിച്ചാൽ നമുക്ക് ഈ ബണ്ണിന് ഒരു രുചി ഉണ്ടാവില്ല. അതേസമയം പനി ഇല്ലാത്ത സമയത്ത് ഈ കട്ടൻ ചായയിലൊക്കെ കുത്തി ബണ്ണ് കഴിച്ച് നോക്കണ്ടി, നല്ല ടേസ്റ്റാണ്. ബണ്ണിന് തന്നെ പ്രത്യേക ഒരു രുചി നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ ഒരു ബണ്ണെടുത്ത് അത് കട്ടൻ ചായയിൽ കുത്തി കഴിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.